വടകരയിൽ ഷാഫി പറമ്പിൽ വന്നിറങ്ങിയ സമയം മുതൽ, വടകര ടൗണിലേക്ക് ബസ് സ്റ്റാൻഡിലേക്ക് ഷാഫി വന്നിറങ്ങിയ സമയം മുതൽ അവിടെ യൂത്ത് കോൺഗ്രസിന്റെയോ KSUവിന്റെയോ കൊടിയേക്കാൾ ആവേശത്തിൽ ഉയർന്നു പറഞ്ഞത് മുസ്ലിം ലീഗിന്റെയും RMPയുടെയും ഒക്കെ കൊടിയായിരുന്നു. ഇതിനൊക്കെ നേതൃത്വം കൊടുക്കാൻ ഒരു ഷാഫി പറമ്പിലിന്റെ ബിഗ് ബ്രദറായി, അങ്ങനെ വിളിക്കണം, ആ പേരിട്ട് വിളിക്കണം, ബിഗ് ബ്രദറായി ഈ പറയപ്പെടുന്ന പാറക്കൽ അബ്ദുള്ള ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇപ്പോൾ വടകരയിലെ അവസാന ഘട്ടത്തിലാണ് ഇവർ കാഫിർ സ്ക്രീൻഷോട്ട് പുറത്തിറക്കുന്നത്. അതായത് ഈ പറയപ്പെടുന്ന ഷാഫി പറമ്പിലിനെ ഒരു വർഗീയവാദിയായി ചിത്രീകരിക്കാൻ അവിടെ ഇറങ്ങിയപ്പോൾ അവിടെ ജാതിയോ മതമോ ഒന്നും നോക്കിയിട്ടല്ല ഷാഫി പറമ്പിലിൽ വോട്ട് ചെയ്തത്. അങ്ങനെ ജാതിയും മതവും നോക്കിയാണ് അവിടുത്തെ ജനങ്ങൾ വോട്ട് ചെയ്തിരുന്നെങ്കിൽ ഷാഫി പറമ്പിലിൽ KK ശൈലജ ചെയ്യുന്ന CPM ഉണ്ടാക്കിയെടുത്ത ഒരു വലിയ ബിംബമുണ്ട്. ആ ബിംബത്തെ അത്രയും വലിയ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്താൻ വടകര പോലൊരു മണ്ഡലത്തിൽ സാധിക്കില്ല. അവിടെ ഹൈന്ദവന്റെയും ക്രൈസ്തവന്റെയും ഇസ്ലാമത വിശ്വാസികളുടെയും ഒക്കെ വോട്ടുകൾ ലഭിച്ചിരുന്നു. അതിന് ആ ക്യാമ്പിനെ മുന്നിൽ നിന്ന് നയിക്കാൻ, നെഞ്ചു വിരിച്ചു നിന്ന് നയിക്കാൻ പാറക്കൽ അബ്ദുള്ള ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. രാഹുൽ പറഞ്ഞതുപോലെ തന്നെ ഈ കാഫിർ വിവാദം ഉണ്ടായ സമയത്ത് ഇതിനെ പൊളിച്ചടുക്കി അവസാനം ഇത് CPMന്റെ ക്യാമ്പിൽ നിന്നുള്ളതാണ് എന്ന് തെളിയിക്കാൻ ഷാഫിയുടെ ടീമിനൊപ്പം പാറക്കൽ അബ്ദുള്ളയും അദ്ദേഹത്തിനൊപ്പം അണിനിരുന്ന മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരും അവിടെ ഉണ്ടായിരുന്നു.